ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വരുണിൻ്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നത് ശ്യാമയാണ്. പക്ഷേ രാധികയാണ് തന്നെ രക്ഷിച്ചത് എന്ന് വരുൺ വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിലേക്ക് വരുണിനെ എത്തിച്ചിരിക്കുകയാണ് ശ്യാമ. ആ സമയം തന്നെ ശ്യാമയ്ക്കൊരു കോള് വരുന്നുണ്ട്. വിളിക്കുന്നത് അശ്വതിയാണ്. കരഞ്ഞുകൊണ്ടാണ് അശ്വതി ശ്യാമയെ വിളിക്കുന്നത്. അശ്വതി കരഞ്ഞുകൊണ്ട് വിളിക്കുന്നു. മോള് വിളിച്ചിരുന്നു. അവരുടെ ഹോസ്റ്റലിൽ എന്തോ ഒരു വലിയ പ്രശ്നം നടന്നു. എന്തോ ഒരു റാഗിങ്ങിൻ്റെ ഇഷ്യൂ ആണ്. കുറച്ച് കുട്ടികൾക്ക് പരുക്കുമുണ്ട്. എൻ്റെ മോൾക്കും ഉണ്ട് എന്നൊക്കെ അശ്വതി പറയുമ്പോൾ, ദൈവമേ, ഇനി നമ്മൾ എന്താ ചെയ്യുക എന്ന് ശ്യാമ ചോദിക്കുന്നു. മോളാകെ പേടിച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോകാം. കോളേജിലാകെ സംഘർഷ അവസ്ഥയാണ്. എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് അശ്വതി പറയുന്നു. ചേച്ചി ടെൻഷനാകാതെ നമുക്ക് മോളുടെ അടുത്തേക്ക് പോകാമെന്ന് ശ്യാമയും. അതിന് ഇനിയിപ്പോൾ ശ്യാമ വന്നിട്ട് വേണ്ടേ, അതുവരെ ക്ഷമിക്കാൻ എനിക്ക് വയ്യെന്ന് അശ്വതി. ചേച്ചി, ഞാൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. ഞാൻ പെട്ടെന്ന് വരാം. ചേച്ചി റെഡിയായിട്ട് നിന്നോളൂ. പോകാനുള്ള ടിക്കറ്റും കാര്യങ്ങളും ഞാൻ മാലിനിയെ വിളിച്ച് റെഡിയാക്കിക്കോളാം. ശ്യാമേ, മോള് വല്ലാണ്ട് പേടിച്ചിരിക്കുകയാണ്. കരച്ചിലോട് കരച്ചിലായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഞാൻ ശ്യാമയെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു എന്ന് അശ്വതി പറയുമ്പോൾ ശ്യാമ പറയുന്നു, അത് നമ്മുടെ കുഞ്ഞല്ലേ. അവൾക്കൊരു പ്രശ്നം വന്നാൽ നമ്മളല്ലേ ഓടിപ്പോകേണ്ടത്. അതിനെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ചേച്ചി എന്തായാലും പെട്ടെന്ന് റെഡിയായി നിൽക്ക്. ചേച്ചി ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ ഫോൺ വെച്ചു. അതെ, എനിക്ക് എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. ബാംഗ്ലൂരിൽ അശ്വതി ചേച്ചിയുടെ അടുത്തെത്തണം. ഇയാളുടെ കാര്യം ഇപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്തില്ലേ മേഡം എന്ന ഡ്രൈവർ. എന്തെങ്കിലും സംഭവിച്ചു പോയാലോ, എനിക്കാണെങ്കിൽ പോകാതിരിക്കാനും പറ്റില്ല എന്ന് ശ്യാമ പറയുന്നു. ഭഗവാനെ, നിവർത്തിക്കേട് കൊണ്ട് ഇയാളെ ഈ നടയിലാക്കിയിട്ട് പോകുന്നത്. ഇയാൾക്ക് ഒരു അപകടവുമില്ലാതെ കാക്കണേ എന്ന് ശ്യാമ കണ്ണനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ആ ഡ്രൈവറും ശ്യാമയും കൂടി വരുണിനെ ആ നടയിൽ കൊണ്ടുപോയി ഇരുത്തുന്നു. വരുണാണെങ്കിൽ ആകെ വയ്യാത്ത അവസ്ഥയിലാണ്. കണ്ണുപോലും തുറക്കാൻ വയ്യ. ശ്യാമയൊക്കെ അവിടെ നിന്ന് പോയിരിക്കുന്നു. വരുണാണെങ്കിൽ വല്ലാണ്ട് ചുമയ്ക്കുന്നു. ആകെ അസ്വസ്ഥനായ നിലയിൽ വരുൺ അവിടെ നിന്ന് എണീക്കുമ്പോൾ എണീക്കാൻ പറ്റാതെ അവിടെ വീണ് പോകുന്നുണ്ട്. അങ്ങനെയാണ് വരുൺ അവിടെ എത്തിയത്. ഈ കാര്യങ്ങളൊക്കെ രാധികയോട് വരുൺ പറയുന്നു. എന്നാൽ രാധികയ്ക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു ആദ്യമൊന്നും. എനിക്ക് നേരിയ ബോധം വന്നപ്പോൾ ഞാൻ അമ്പല പരിസരത്ത് കിടക്കുമായിരുന്നു. കുറേ നേരം താൻ വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ കാത്തിരുന്നു. പിന്നെ കാണാതായപ്പോൾ ഞാൻ തന്നെ തിരക്കി ഇറങ്ങി. വഴി എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കും ഞാൻ കുഴഞ്ഞു വീണു എന്നൊക്കെ വരുൺ പറയുന്നു. അത് ഇവിടെയായിരുന്നു എന്നും പറയുന്നുണ്ട്. പിന്നീട് താനിപ്പോൾ എൻ്റെ കൺമുന്നിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ബോധം വന്നത് എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു, സംഭവിച്ചത് ഒരു മായയായിട്ടാ എനിക്ക് തോന്നുന്നത്. ഞാൻ കടൽക്കരയിൽ വന്നിട്ടില്ല. ഇന്നലെ ഞാൻ വരുണിനെ കണ്ടിട്ടുമില്ല എന്നൊക്കെ രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നെ മരണത്തിന് കൈപിടിച്ച് കയറ്റാൻ തനിക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതായിരിക്കും സംഭവിച്ചത്. എന്തിനാ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് എന്ന് രാധിക ചോദിക്കുന്നു. ജീവിച്ചിട്ട് എന്തിനാ എന്തും ഇങ്ങനെ ഖേദിക്കാനോ, നിന്നെ ഓർത്ത് ദുഃഖിക്കാനോ എന്ന് വരുൺ പറയുമ്പോൾ രാധിക ചോദിക്കുന്നു, എന്നെ ഓർത്ത് എന്തിനു ദുഃഖിക്കണം? വരുണിനെ സ്നേഹിക്കുന്നവർ ഒരുപാടുണ്ടല്ലോ. നീ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, പിന്നെ അയാളെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് എനിക്ക് സഹിക്കാൻ പറ്റുമോ? എൻ്റെ പ്രതീക്ഷ നീ മാത്രമാണ്. താൻ കൂടെയില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് വരുൺ. രാധിക പറയുന്നു, വരുൺ ഇന്നലെ ഒരു രാത്രി വരുണിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നറിയോ? വരുണിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണ്. ഇത് കേട്ട് ഞെട്ടലോടെ, അച്ഛൻ ഹോസ്പിറ്റലിലോ എന്ന് വരുൺ ചോദിക്കുന്നു. അച്ഛൻ്റെ നില വളരെ സീരിയസ് ആണ്. വരുണിനെ കാണണം എന്നാണ് അച്ഛൻ ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വരുൺ തിരിച്ചെത്തിയാലേ അച്ഛൻ്റെ അസുഖം ഭേദമാകൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. വരുൺ, ഞാനത് കേട്ടതാണ്. ഞാൻ കള്ളം പറയുന്നതല്ല. അച്ഛൻ്റെ അടുത്ത് ഇപ്പോൾ അമ്മയുണ്ട്. അമ്മ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വരുൺ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. അച്ഛനെ രക്ഷിക്കേണ്ടേ എന്ന് ചോദിക്കുന്നു. പോണം, അച്ഛൻ്റെ അടുത്ത് പോകാമെന്ന് വരുൺ പറയുന്നു. ക്ഷേത്രത്തിലെ പ്രസാദമാണ്. ഈ പ്രസാദം നെറ്റിയിലിട്ടതിന് ശേഷമാണ് വരുൺ കണ്ണ് തുറന്നത്. അച്ഛൻ്റെ നെറ്റിയിൽ ഇത് ചാർത്തി കൊടുക്കണം. അച്ഛന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാമെന്ന് രാധിക. പക്ഷേ രാധിക എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, വേറൊന്നും ഇപ്പോൾ സംസാരിക്കരുത്. ഒരു മകൻ്റെ കടമയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. പെട്ടെന്ന് പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് രാധിക വരുണിനെ പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ നിൽക്കില്ല, ഞാൻ പോവുകയാണ്, ചെല്ല് എന്ന് പറഞ്ഞ് രാധിക അപ്പോൾ തന്നെ അവിടെ നിന്നും ഓടുകയാണ്. വരുൺ ഇപ്പോൾ അവിടെ നിന്നും എണീറ്റു. രാധിക എന്ന് പറഞ്ഞ് വരുൺ ഇങ്ങനെ നടക്കുന്നു. വരുൺ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു. ആ പ്രസാദം കയ്യിൽ വെച്ചിട്ട് ക്ഷേത്രത്തിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയാണ് വരുൺ. ഇത് രാധിക കാണുന്നുണ്ട്. മറഞ്ഞെന്നാണ് നോക്കുന്നത് രാധിക, വരുൺ കാണാതെ തന്നെ. വരുൺ അവിടുന്ന് പോകുന്നതും രാധിക നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. വരുൺ പോയതിനു ശേഷം വരുണിൻ്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് രാധിക. എന്നിട്ട് പറയുന്നു, വരുണിൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള തോന്നലുകളൊന്നും ഇനി ബാക്കി വെക്കല്ലേ എന്നും പ്രാർത്ഥിക്കുന്നു. വരുണും പ്രിയങ്കയും തമ്മിലുള്ള ജീവിതത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്.
ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ പത്മിനി ഇരിക്കുകയായിരുന്നു. വളരെ ടെൻഷനോടെ തന്നെ. തൊട്ടരികിൽ ബൈജുവുമുണ്ട്. ഡോക്ടർ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ് നഴ്സ്. എന്നിട്ട് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടർ അകത്തേക്ക് കയറി പോകുന്നു പരമേശ്വരനെ പരിശോധിക്കാനായിട്ട്. പരമേശ്വരൻ്റെ നില വളരെ ക്രിട്ടിക്കലാണ്. ബിജു, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ഞാനൊന്ന് അകത്തേക്ക് ചെല്ലട്ടെ എന്നൊക്കെ പത്മിനി പറയുന്നു. എന്നാൽ അവരെ അകത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല സിസ്റ്റർ. കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പത്മിനി. ബൈജു ആണെങ്കിൽ അമ്മയെ സമാധാനിപ്പിക്കുന്നു. അവിടേക്കാണ് വരുൺ ഓടിയെത്തിയിരിക്കുന്നത്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വരുൺ അവിടെ എത്തി. വരുണിനെ കാണുമ്പോൾ ബൈജുവിനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കാരണം ഇനിയില്ല എന്ന് കരുതിയിരുന്ന വരുണാണ് ഇപ്പോൾ ജീവനോടെ മുന്നിൽ നിൽക്കുന്നത്. വരുണിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അമ്മ. അച്ഛനെന്തോ അസുഖം കൂടിയിട്ടുണ്ട്, ഡോക്ടറെല്ലാം ഇപ്പോൾ അകത്തേക്ക് ചെന്നു എന്നൊക്കെ ബിജു പറയുന്നു. പത്മിനിയും പറയുന്നുണ്ട് വരുണിനോട്, മോനെ നീ അകത്തേക്ക് ചെല്ല്, നിന്നെ കാണാനുള്ള ആദ്യമാണ് അച്ഛന്, നിന്നെ കാണുമ്പോൾ എല്ലാം ശരിയാകും, ചെല്ല് മോനെ എന്ന് പറഞ്ഞിട്ട് പത്മിനി ഇപ്പോൾ വരുണിനെ അകത്തേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ വരുൺ അകത്തേക്ക് കയറുകയാണ്. അല്പം സമാധാനത്തോടെ പത്മിനിയും ബിജുവും നിൽക്കുന്നു. വരുൺ അച്ഛനെയും അച്ഛൻ വരുണിനെയും കാണുന്നു. വരുണെ കാണുമ്പോൾ പരമേശ്വരൻ സമാധാനത്തോടെ നിൽക്കുന്നുണ്ട്. മോനെ എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ അവിടെ നിന്ന് കരയുകയാണ് വരുൺ. ഇങ്ങോട്ട് ആരെയും കടത്തി വിടരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഡോക്ടർ പറയുമ്പോൾ വരുൺ പറയുന്നു, ഡോക്ടർ ഞാൻ ഇദ്ദേഹത്തിൻ്റെ മകനാണ് വരുൺ. ഓ, അച്ഛൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്ന് ഡോക്ടർ. കരഞ്ഞുകൊണ്ട് വരുൺ അച്ഛൻ്റെ അരികിലിരിക്കുന്നു. മോനെ നീ എവിടെയായിരുന്നടാ എന്നെ അച്ഛൻ ചോദിക്കുമ്പോൾ, സോറി അച്ഛ, അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വരുണും ചോദിക്കുന്നു. കുഴപ്പമൊന്നുമില്ല എന്ന് അച്ഛൻ. ഡോക്ടർ ഞാൻ ഈ പ്രസാദം അച്ഛനൊന്ന് ഇട്ട് കൊടുത്തോട്ടെ എന്ന് വരുൺ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ സമ്മതം പറഞ്ഞപ്പോൾ അച്ഛൻ്റെ നെറ്റിയിൽ പ്രസാദം തൊട്ട് കൊടുക്കുകയാണ് വരുൺ. അച്ഛന് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അച്ഛൻ്റെ നെറുകയിൽ ചുംബനം കൊടുക്കുകയാണ് വരുൺ. എന്നിട്ട് തൊട്ടരികിലിരുന്ന് സങ്കടത്തോടെ ഇരിക്കുന്നു. കുറച്ച് നേരത്തേക്ക് ഞങ്ങളെ പേടിപ്പിച്ചല്ലോ എന്ന് ഡോക്ടർ പറയുന്നു. ഇവനാണ് ഡോക്ടർ എൻ്റെ മരുന്ന്, ഇവൻ അടുത്തുണ്ടെങ്കിൽ എനിക്ക് ഒന്നുമില്ല എന്നൊക്കെ പരമേശ്വരൻ പറയുന്നു. പുറത്തുള്ളവരെ വിളിച്ചോളൂ എന്ന് ഡോക്ടർ സിസ്റ്ററിനോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ പത്മിനിയും ബിജുവിനെ വിളിക്കാനായി സിസ്റ്റർ അവിടേക്ക് വന്നു. പേടിക്കേണ്ട, മകനെ കണ്ടപ്പോൾ എല്ലാം ഓക്കെ ആയി മേഡത്തിന്, ഇപ്പോൾ വരാമെന്നും സിസ്റ്റർ പറയുമ്പോൾ സന്തോഷത്തോടെ ബിജുവും പത്മിനിയും അവിടേക്ക് വന്നു. അമ്മയും ബിജുവും അവിടേക്ക് ഓടി വന്നു. കുഴപ്പമൊന്നുമില്ലടോ, വരുണിനെ കാണാതെ ഒന്ന് വെപ്രാളപ്പെട്ടു, ഇപ്പോൾ ഞാൻ ഓക്കെ ആടോ എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. ഡോക്ടർ അവിടേക്ക് വന്നിട്ട് പറയുന്നു, ഇപ്പോൾ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, മരുന്നുകളേക്കാൾ മൂല്യമുള്ള ചില മാനസിക ബന്ധങ്ങളില്ലേ. അങ്ങനെ ഇപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നു. ശേഷം കാണിക്കുന്നത് രാത്രിയിൽ പ്രിയങ്കയുടെ വീട്ടിൽ. പ്രിയങ്കയാണെങ്കിൽ കണ്ണാടിയിൽ നോക്കി ഒരുങ്ങുമായിരുന്നു. ആ സമയം ശരത്ത് പ്രിയങ്കയെ ഫോൺ വിളിക്കുന്നുണ്ട്. ഞാനിവിടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് തൊഴുത്തിൻ്റെ അവിടെയുണ്ട്, പെട്ടെന്ന് വരാൻ ശരത്ത് പറയുന്നു. ശരി, വരാമെന്ന് പ്രിയങ്കയും. ആരുടെയും കണ്ണിൽപ്പെടാതെ പ്രിയങ്ക അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നു. അങ്ങനെ ഇപ്പോൾ പ്രിയങ്കയും ശരത്തും തമ്മിൽ കാണുന്നുണ്ട്. എന്നാൽ പ്രിയങ്ക അങ്ങോട്ടേക്ക് പോകുന്നത് രാധികയും കാണുന്നുണ്ടായിരുന്നു. രാധിക അവരുടെ കണ്ണിൽപ്പെടാതെ മറിഞ്ഞു നിൽക്കുന്നു. എന്താ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന് ശരത്ത് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, അതൊക്കെ അവസാനിച്ചു, ഇനി അങ്ങോട്ട് ഒരു തിരിച്ചു പോകില്ല. എങ്ങനെയും അവിടെ പിടിച്ചു നിൽക്കാമെന്നല്ലേ എന്നോട് പറഞ്ഞത്. ഞാൻ അതും പ്രതീക്ഷിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തു. നമ്മുടെ പേരിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഒരു തുടക്കം എന്നിട്ട് എനിക്ക് ശരത്ത് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു, അതിനൊന്നും ഒരു മാറ്റവും വരില്ല, അതിന് വേണ്ടത് ഞാൻ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വെറുതെ അങ്ങ് പോന്നതല്ല അല്ലേ എനിക്ക്. ശരത്ത് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു, വെറുതെ പോരാൻ പറ്റുമോ, കുറച്ച് ദിവസം ഞാനവിടെ വേഷം കെട്ടി നിന്നതല്ലേ, അതിൻ്റെ കൂലി ഞാൻ കൃത്യമായി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പ്രിയങ്ക പറയുന്നു. ഇവരുടെ സംസാരം രാധിക കേൾക്കുന്നുണ്ട്. സ്വർണവും രത്നം പതിപ്പിച്ച വളകളും എല്ലാം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശരത്ത് പറയുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അഡ്വാൻസ് കൊടുക്കാം, പ്രൊഡക്ഷൻ കമ്പനി രജിസ്റ്റർ ചെയ്യാം. ശരത്ത് പ്ലാനൊക്കെ ശരിയാക്കിക്കോ, കൊണ്ടുവന്ന സാധനങ്ങൾ ഞാൻ ശരത്തിനെ ഏൽപ്പിക്കാം, അതെങ്ങനെയെങ്കിലും വിറ്റാൽ മതിയെന്നും പ്രിയങ്ക. ഇപ്പോൾ എടുത്തോടെ എന്ന് ശരത്ത് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു, ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഒന്ന് തണുക്കണം, ഞാൻ ശരത്തിനെ വിളിക്കാമെന്നും പ്രിയങ്ക. ദേ നോക്ക്, ഞാൻ ഇത് വിശ്വസിച്ച് മടങ്ങുകയാണ്, ഞാനെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, പറഞ്ഞ് പറ്റിക്കില്ലല്ലോ എന്നൊക്കെ ശരത്ത് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു, എൻ്റെ ലൈഫിലെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണിത്, ആരെ കൊന്നിട്ടായാലും ഞാനത് നടത്തുമെന്നും പ്രിയങ്ക പറയുന്നു. ഇതും രാധിക ടെൻഷനോടെയാണ് കേട്ട് നിൽക്കുന്നത്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.